വെൽക്കം ടു പ്രൊഫ് സ്കെയിൽ. ഞാൻ രാജൻ കാവിൽ. HST സോഷ്യൽ സയൻസ് നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്, മടിക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യാനുള്ള ഒരു പ്രേരണ കൂടിയാണ് അത്തരം കമൻറ്റുകൾ. അതുകൊണ്ട് ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതനുസരിച്ച് നമുക്ക് വേണ്ട മാറ്റങ്ങൾ ഒക്കെ ചെയ്യാം. നമ്മൾ ക്ലാസ് ചെയ്യാൻ വിട്ടുപോകുന്നത് ക്ലാസ്സുമായി ബന്ധപ്പെട്ട് കമൻസ് ഒന്നും കാണാത്തത് കൊണ്ട് തന്നെയാണ് ചെയ്യണമെന്നൊരു തോന്നൽ വരാത്തത്. HSC പരീക്ഷ കഴിയുന്നത് വരെ ഇത്തരം ക്ലാസ്സുകൾ തരണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രൊഫ് സ്കെയിലേക്ക് ഹാർദവമായ സ്വാഗതം. HST സോഷ്യൽ സയൻസ് വിജ്ഞാപനം പ്രതീക്ഷിക്കുന്നവരാണ് നമ്മൾ, പരീക്ഷ എഴുതുന്നവരാണ് നമ്മൾ. നമുക്കറിയാം ഇതിൻ്റെ സിലബസിൻ്റെ പാർട്ട് 1, പാർട്ട് 2. പാർട്ട് 2 4 പേപ്പറാണ്. പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, ഇക്കണോമിക്സ് ആൻഡ് ജോഗ്രഫി. പൊളിറ്റിക്കൽ സയൻസാണ് ഞാൻ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. നമ്മളതിൻ്റെ ഫസ്റ്റ് ടോപ്പിക്ക് തന്നെ മീനിങ്, ഇമ്പോർട്ടൻസ് ആൻഡ് അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് പൊളിറ്റിക്കൽ സയൻസിൻ്റെ മീനിങ് ആണ് പഠിക്കുന്നത്. മീനിങ്, ഇമ്പോർട്ടൻസ് ആൻഡ് അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുണ്ട്. 2 മൊഡ്യൂളാണ് പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 5, മൊഡ്യൂൾ 6. ഓരോ മൊഡ്യൂളിലും ടോപ്പിക്കുണ്ട്. എല്ലാ ടോപ്പിക്കൊന്നും ചോദ്യം വരും, യാതൊരു സംശയവുമില്ല. മൊഡ്യൂൾ 5 നിന്ന് 10 മാർക്ക്, മൊഡ്യൂൾ 6 10 മാർക്ക്. അതിലെ ഓരോ ടോപ്പിക്കൊന്നും ഒന്നിൽ കുറയാത്ത മാർക്കുകൾ നിങ്ങൾക്കുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംശയമുള്ളവർ കഴിഞ്ഞ HST പരീക്ഷയുടെ സോഷ്യൽ സയൻസ് ചോദ്യമെടുത്ത് കാണുക. നമ്മൾ മീനിങ്ങിലേക്ക് വരുന്നു. പൊളിറ്റിക്കൽ സയൻസിന് നിർവചനം എന്താണ്? നമ്മളൊരു വിഷയം പഠിക്കുമ്പോൾ അതിൻ്റെ നിർവചനം പഠിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് സാമൂഹ്യ ശാസ്ത്ര പഠനത്തിൻ്റെ ഒരു ഭാഗമാണ്. സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ മനുഷ്യൻ്റെ വിവിധ വ്യവഹാരങ്ങളെക്കുറിച്ച് പഠനവിധേയമാക്കുന്ന പാഠ്യപദ്ധതിയാണല്ലേ. അപ്പോൾ മനുഷ്യനാണ് സാമൂഹ്യ വിജ്ഞാനീയത്തിൻ്റെ കേന്ദ്രബിന്ദു എന്നിരിക്കെ മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ സാമൂഹ്യ ശാസ്ത്രങ്ങൾക്ക് കൃത്യമായ ഒരു നിർവചനം ഇല്ല. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസും സാമൂഹ്യ വിജ്ഞാനീയത്തിൻ്റെ ഒരു ഭാഗമായത് കൊണ്ട് തന്നെ പൊളിറ്റിക്കൽ സയൻസിനും നിരവധിയായ നിർവചനങ്ങളുണ്ട്. Thinkers are not agree regarding the definitions of political science, or there is no unanimous view among the scholars as to what is political science. രാഷ്ട്രതന്ത്രം എന്ത് എന്നതിനെക്കുറിച്ച് ചിന്തകന്മാർക്കിടയിൽ എന്തില്ല? വ്യക്തമായ കൃത്യമായ ഒരു ധാരണയില്ല. അതുകൊണ്ട് there are many views, different views regarding the meaning of political science. നമ്മൾ ആ കാഴ്ചപ്പാടുകളാണ് കാണുന്നത്. രാഷ്ട്രതന്ത്രത്തിൻ്റെ നിർവചനത്തിൽ 2 തരം കാഴ്ചപ്പാടുകളാണുള്ളത്. അതിലൊന്ന് പരമ്പരാഗതമായ കാഴ്ചപ്പാട്. പരമ്പരാഗതം. നമുക്ക് മലയാളം ആണ് വേണ്ടത്, അതുകൊണ്ട് മലയാളം തന്നെയാണ് പറയുന്നത്. പരമ്പരാഗതം, ഇംഗ്ലീഷിൽ ട്രഡീഷണൽ വ്യൂ എന്ന് പറയും. മറ്റൊരു കാഴ്ചപ്പാട് ആധുനികം. ഇങ്ങനെ 2 കാഴ്ചപ്പാടുകളാണ് രാഷ്ട്രതന്ത്രത്തിൻ്റെ നിർവചനവുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പം നമ്മൾ 2 കാഴ്ചപ്പാടുകൾ കാണുന്നു. അതിലാദ്യത്തെ കാഴ്ചപ്പാട് നമ്മൾ കണ്ടു, പരമ്പരാഗതം. പരമ്പരാഗതമായ കാഴ്ചപ്പാട്, പരമ്പരാഗതം, ട്രഡീഷണൽ വ്യൂ. അപ്പോൾ നമുക്കതിൻ്റെ ഡെറിവേറ്റീവ് ആയ ഒരു നിർവചനമുണ്ട്. രാഷ്ട്രതന്ത്രം എന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് മീനിങ് എന്താണെന്ന് നോക്കാം. ദ ടേം പൊളിറ്റിക്കൽ സയൻസ് has been derived from the Greek word polis. പോളിസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പോളിസ്. പോളിസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന പദം ഉത്ഭവിക്കുന്നത്. The term polis means city state. അപ്പോൾ നഗര രാഷ്ട്രം എന്ന് അർത്ഥമുള്ള ഗ്രീക്ക് പദമായ പോളിസിൽ നിന്നാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന പദത്തിൻ്റെ ഉൽപ്പത്തി. കിട്ടിയല്ലോ. പൊളിറ്റിക്കൽ സയൻസ് എന്ന പദം
ഉരുത്തിരിഞ്ഞു വന്നത് ഗ്രീക്ക് പദമായ പോളിസിൽ നിന്നാണെന്നും പോളിസ് എന്ന പദത്തിനർത്ഥം നഗര രാഷ്ട്രം എന്നാണെന്നും മനസ്സിലായി. അപ്പോൾ ഗ്രീക്കുകാരുടെ മതമനുസരിച്ച് ഇറ്റ് വാസ് ദ സ്റ്റഡി ഓഫ് സിറ്റി സ്റ്റേറ്റ്. നഗര രാഷ്ട്രങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനാണ് ഗ്രീക്കുകാർ എന്ത് വിശേഷിപ്പിച്ചത്? പൊളിറ്റിക്സ് എന്ന് വിശേഷിപ്പിച്ചത്. നഗരരാഷ്ട്രം. അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ എന്നിവരുടെയൊക്കെ വ്യാഖ്യാനത്തിൽ പൊളിറ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? നഗരരാഷ്ട്രത്തെക്കുറിച്ചുള്ള പഠനമാണ്. ക്ലിയർ ആയല്ലോ? അത്രയും കാര്യം ക്ലിയറായി. അപ്പോൾ നഗരരാഷ്ട്രത്തെക്കുറിച്ചുള്ള പഠനം. പൊളിറ്റിക്സ് മാത്രമല്ല, പൊളിറ്റിക്കൽ എന്ന പദവും ഈ പോളിസിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിച്ചത്. രണ്ട് വാക്കിൻ്റെയും അർത്ഥങ്ങൾ വളരെ വ്യത്യാസമുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന പദം, പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന പദം. ഈ രണ്ട് പദവും പോളിസിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ വിഷയത്തിന് എന്ത് പേരാണ് കൊടുക്കേണ്ടത് എന്ന സംശയം വരുന്നു. ചില ചിന്തകന്മാർ ഇതിനെ പൊളിറ്റിക്സ് എന്ന് വിളിക്കുന്നു, മറ്റു ചിലർ ഇതിനെ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പേരിട്ട് വിളിക്കുന്നു, ഇനിയും ചിലർ ഇതിനെ പൊളിറ്റിക്കൽ ഫിലോസഫി എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ പല പേരുകൾ തന്നെ വന്നു ഇതിന്. പൊളിറ്റിക്സ് എന്ന് വിളിച്ചു, പൊളിറ്റിക്കൽ സയൻസ് എന്ന് വിളിച്ചു, പൊളിറ്റിക്കൽ ഫിലോസഫി എന്ന് വിളിച്ചു. നമ്മളിന്ന് ആധുനിക അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പൊളിറ്റിക്സ് എന്ന അർത്ഥത്തിലല്ല, നഗര രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ള പഠനം എന്ന രീതിയിലാണ് പൊളിറ്റിക്സ് എന്ന വാക്ക് ഉപയോഗിച്ചത്. അപ്പം നമ്മൾ പരമ്പരാഗതമായ കാഴ്ചപ്പാടിലേക്കാണ് വരുന്നത്. പരമ്പരാഗതമായ കാഴ്ചപ്പാടിൽ അവിടെ ഈ മൂന്ന് അഭിപ്രായങ്ങൾ കടന്നു വന്നു. ഒന്ന്, രാഷ്ട്രതന്ത്രം, രാഷ്ട്രത്തെക്കുറിച്ചുള്ള പഠനം. പൊളിറ്റിക്കൽ സയൻസ് ആസ് ദ സയൻസ് ഓഫ് ദ സ്റ്റേറ്റ്. എന്താണ്? രാഷ്ട്രതന്ത്രം, രാഷ്ട്രത്തെക്കുറിച്ച് പഠിക്കുന്ന പഠനമാണ് എന്ന ഒരു കാഴ്ചപ്പാട് വരുന്നത്. മറ്റൊരു കാഴ്ചപ്പാട് വരുന്നത് രാഷ്ട്രതന്ത്രം ഭരണകൂടത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഭരണകൂടത്തെക്കുറിച്ചുള്ള പഠനം. മൂന്നാമത്തെ ഒരു കാഴ്ചപ്പാട്, അതൊരു യഥാതഥമായ കാഴ്ചപ്പാടാണ്. രാഷ്ട്രതന്ത്രം, രാഷ്ട്രത്തെയും ഭരണകൂടത്തെയും കുറിച്ചുള്ള പഠനം. രാഷ്ട്രം, ഭരണകൂടം എന്നിവയെക്കുറിച്ചുള്ള പഠനം. ഇപ്പോൾ പരമ്പരാഗതമായ കാഴ്ചപ്പാടുകൾ നമ്മൾ കണ്ടു. 3 കാഴ്ചപ്പാടുണ്ട് അതിന്. ആ 3-ൽ നമ്മൾ കണ്ടു. ഒന്ന് രാഷ്ട്രത്തെക്കുറിച്ചുള്ള പഠനമാണ്, മറ്റൊന്ന് ഭരണകൂടത്തെക്കുറിച്ചുള്ള പഠനമാണ്, വേറൊന്നതാണ് രാഷ്ട്രം, ഭരണകൂടം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ്. ഇനി ഈ കാഴ്ചപ്പാടുകളുടെ വക്താക്കൾ ആരൊക്കെയാണ് ഇതിൻ്റെ എക്സ്പോണൻസ്? ഇതിൻ്റെ പ്രവാചകന്മാർ, അഡ്വക്കേറ്റ്സ് ആരൊക്കെയാണ്? രാഷ്ട്രതന്ത്ര പഠനം തികച്ചും രാഷ്ട്രത്തെക്കുറിച്ച് മാത്രമുള്ള പഠനമാണ് എന്ന അഭിപ്രായത്തിൻ്റെ വക്താവ് ഒന്ന് ബ്ലൺഷലിയാണ്. ആരാണ്? ബ്ലൺഷലി, സ്വിസ് ചിന്തകനാണ്. മറ്റൊരാൾ ഗാർണർ. ചിന്തകന്മാർ അതിന് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. രാഷ്ട്രതന്ത്ര പഠനം രാഷ്ട്രത്തെക്കുറിച്ച് മാത്രമുള്ള പഠനമാണ് എന്ന കാഴ്ചപ്പാടിൻ്റെ വക്താക്കളാണ് ബ്ലൺഷലി, ഗാർണർ തുടങ്ങിയവർ. ഇനി രാഷ്ട്രതന്ത്രം രാഷ്ട്രത്തെക്കുറിച്ചല്ല ഭരണകൂടത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞത് ആരൊക്കെയാണ്? ഒന്ന് സ്റ്റീഫൻ ലീകോക്ക്. മറ്റൊരാൾ ജോൺ സീലി. പേരൊക്കെ ഓർത്ത് വെക്കണേ. ജോൺ സീലി, സ്റ്റീഫൻ ലീകോക്ക്, മറ്റൊരാളാരാണ്? ജോൺ സീലി. ഇനി രാഷ്ട്രത്തെക്കുറിച്ചും ഭരണകൂടത്തെക്കുറിച്ചുമുള്ള പഠനമാണ് എന്ന കാഴ്ചപ്പാടിൻ്റെ ആളാണ് ആര്? പോൾ ജാനറ്റ്. അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ചിന്തകരൊക്കെ എന്താണ്? രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പരമ്പരാഗതമായ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചവരാണ്. അങ്ങനെ പരമ്പരാഗതമായ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചവരിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരികയാണ്. അതിലാണ് ബ്ലൺഷലിയും ഗാർണറും എന്തു പറഞ്ഞത്? രാഷ്ട്രത്തെക്കുറിച്ച് മാത്രമുള്ള പഠനമാണെന്ന് പറഞ്ഞത്. ആ പരമ്പരാഗതമായ കാഴ്ചപ്പാടിനെ തള്ളിക്കൊണ്ടാണ്
സ്റ്റീഫൻ ലീക്കൊക്കും ജോൺ സീലിയും രംഗത്ത് വരുന്നത് അതെന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഭരണകൂടത്തെക്കുറിച്ചുള്ള പഠനമാണ്. ഈ രണ്ട് കാഴ്ചപ്പാടുകളും യോജിപ്പിച്ചുകൊണ്ട് സമന്വയിപ്പിച്ചുകൊണ്ട് തികച്ചും യഥാതഥമായ പരക്കെ സ്വീകാര്യമായ ഒരു പരമ്പരാഗത കാഴ്ചപ്പാടുമായി രംഗത്ത് വന്നവരാണ് ആര്? ചിന്തകനാണ് പോൾ ജാനറ്റ്. അപ്പം ഈ ചിന്തകന്മാരുടെ പേര് നിങ്ങളവിടെ ഓർക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് ഇവിടെ ചില നിർവചനങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. നിർവചനം നിങ്ങൾ അപ്പടി പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾ അത് ഓർത്തു വെക്കണം. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു നിർവചനം ആണ് ആര് പറഞ്ഞിരിക്കുന്നത്? ബ്ലൺഷെലി. ചിന്തകൻ്റെ പേര് ബ്ലൺഷെലി. എന്താണ് ബ്ലൺഷെലി പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, രാഷ്ട്രതന്ത്രം രാഷ്ട്രത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രമാണ്. ഇറ്റ് ഈസ് ദ സയൻസ് ഓഫ് ദ സ്റ്റേറ്റ് which studies the fundamental conditions of the state, essential nature of the state, various forms of the state and its development. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ രാഷ്ട്രത്തിൻ്റെ മൗലിക അവസ്ഥകൾ, രാഷ്ട്രത്തിൻ്റെ മൗലിക അവസ്ഥകൾ, രാഷ്ട്രത്തിൻ്റെ മൗലിക അവസ്ഥകൾ, സ്വതസിദ്ധമായ പ്രകൃതം, നോക്കൂ, രാഷ്ട്രത്തിൻ്റെ മൗലിക അവസ്ഥകൾ, സ്വതസിദ്ധമായ പ്രകൃതം, രൂപവ്യത്യാസങ്ങൾ, വികാസ പരിണാമങ്ങൾ എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു പഠനമാണ് രാഷ്ട്രതന്ത്രമെന്ന് നിർവചിച്ചതാരാണ്? ബ്ലൺഷെലിയാണ്. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ മൗലികമായ അവസ്ഥകൾ, സ്വതസിദ്ധമായതിൻ്റെ പ്രകൃതം, രൂപവ്യത്യാസങ്ങൾ, വികാസ പരിണാമങ്ങൾ. എല്ലാ രാഷ്ട്രത്തിനും ഒരു മൗലികമായ ഒരവസ്ഥയില്ല, മൗലികതയില്ല, അല്ലേ? നമ്മൾ ലോകത്തിലെ ഏത് രാജ്യമെടുത്താലും വലിപ്പച്ചെറുപ്പ വ്യത്യാസം ഒഴിവാക്കി നിർത്തിയാൽ അതിന് 4 ഘടകമുണ്ട്. ജനസംഖ്യയുണ്ട്, ഭൂപ്രദേശമുണ്ട്, ഭരണകൂടമുണ്ട്, പരമാധികാരമുണ്ട്, അല്ലേ? 4 ഘടകം എസെൻഷ്യലാണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ, അല്ലേ? ഇനി അതിനെന്താണ്? ഒരു എസെൻഷ്യൽ നേച്ചറുണ്ട്. എല്ലാ രാജ്യങ്ങളും എന്താണ്? സ്വതസിദ്ധമായ അതിനൊരു പ്രകൃതമുണ്ട്. അതുപോലെ അതിൻ്റെ രൂപത്തിൽ വ്യത്യാസങ്ങളുണ്ട്. ഇന്ത്യയെ പോലെ അല്ല അമേരിക്ക, അല്ലേ? ഭരണ വ്യത്യാസങ്ങളുണ്ട്. ഇന്ത്യയുടെയും അമേരിക്കയുടെ ഭരണപരമായ സ്വഭാവമല്ല ചൈനയ്ക്കുള്ളത്, റഷ്യയ്ക്ക് അതല്ല. മാറിക്കൊണ്ടിരിക്കും രൂപവ്യത്യാസങ്ങൾ, വികാസ പരിണാമങ്ങൾ. നാം ഇന്ന് കാണുന്ന രീതിയിലേക്ക് രാഷ്ട്രം എങ്ങനെ വളർന്നു? അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ നിർവചനം. ഓർത്ത് വെച്ചോളുക. രാഷ്ട്രത്തിൻ്റെ മൗലിക അവസ്ഥകൾ, സ്വതസിദ്ധമായ പ്രകൃതം, രൂപവ്യത്യാസങ്ങൾ, വികാസ പരിണാമങ്ങൾ എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഉതകുന്ന പഠനമാണ് രാഷ്ട്രതന്ത്രമെന്ന് ബ്ലൺഷെലി നിർവചിച്ചു. ഇനി ഈ കാഴ്ചപ്പാട് മറ്റൊരു വക്താവാണ് ഗാർണർ എന്ന് പറയുന്ന ചിന്തകൻ. അദ്ദേഹത്തിൻ്റെ നിർവചനവും വളരെ പ്രധാനപ്പെട്ടതാണ്, മറന്നു പോകരുത്. അദ്ദേഹം പറഞ്ഞു, രാഷ്ട്രതന്ത്രം രാഷ്ട്രത്തിൽ തുടങ്ങി രാഷ്ട്രത്തിൽ അവസാനിക്കുന്നു. രാഷ്ട്രതന്ത്രം രാഷ്ട്രത്തിൽ തുടങ്ങി രാഷ്ട്രത്തിൽ അവസാനിക്കുന്നു. നോക്കൂ, HSC സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷത്തെ ചോദ്യം കണ്ടവർക്കറിയാം. ചില ഡെഫിനേഷൻസ് തന്നിട്ട്, ചില ഉദ്ധരണികൾ തന്നിട്ട് ആരാണ് പറഞ്ഞതെന്ന് ചോദിക്കാം. ഇത് മുമ്പൊരു HSC പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യം കൂടിയാണ്. രാഷ്ട്രതന്ത്രം രാഷ്ട്രത്തിൽ തുടങ്ങി രാഷ്ട്രത്തിൽ അവസാനിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ട ചിന്തകൻ്റെ പേര് ആരാണ്? ഗാർണർ. ഇനി ഗെറ്റിലിനെ പോലെയുള്ള ഒരു ചിന്തകൻ, അദ്ദേഹം പറഞ്ഞു, രാഷ്ട്രം എന്തായിരുന്നു, രാഷ്ട്രം എന്താണ്, രാഷ്ട്രം എന്തായിരിക്കണം എന്നുള്ളതാണ് രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൻ്റെ ഇതിവൃത്തം. അപ്പോൾ ഇവരുടെയൊക്കെ അഭിപ്രായത്തിൽ രാഷ്ട്രമാണ് രാഷ്ട്രതന്ത്ര പഠനത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന് കാണും. രാഷ്ട്രമാണ് നമ്മുടെ പഠനത്തിൻ്റെ കേന്ദ്രബിന്ദു. രാഷ്ട്രമാണ് രാഷ്ട്രതന്ത്രത്തിൻ്റെ പ്രധാന ഇതിവൃത്തം. രാഷ്ട്രത്തെ ചുറ്റിപ്പറ്റിയുള്ള പഠനമാണ് രാഷ്ട്രതന്ത്രം. അല്ലെങ്കിൽ രാഷ്ട്രത്തെ ചിട്ടയോടുകൂടി പഠിക്കുന്ന ഒരു പാഠ്യവിഷയമാണ് രാഷ്ട്രതന്ത്രം എന്നൊക്കെയാണ് ഈ കൂട്ടരുടെ അഭിപ്രായം. പക്ഷേ ഈ അഭിപ്രായം പിൽക്കാലത്ത് വന്ന ചില ചിന്തകന്മാർ തള്ളിക്കളഞ്ഞു. കാരണം ഈ നിർവചനം വളരെ സങ്കുചിതമാണെന്ന് അവർ പറഞ്ഞു. The definitions of political science as the science of the state is too narrow and defective because it excludes many dynamic forces or relevant areas from the scope of പൊളിറ്റിക്കൽ സയൻസ്.
രാഷ്ട്രതന്ത്രത്തിൻ്റെ പ്രതിപാദ്യ വിഷയങ്ങൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നില്ല എന്ന കാരണം കൊണ്ട് ഈ നിർവചനങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് പുതിയ ഒരു കാഴ്ചപ്പാടുമായി കടന്നു വന്നു സ്റ്റീഫൻ ലീകോക്കും അതുപോലെ തന്നെ ജോൺ സീലിയും. സ്റ്റീഫൻ ലീകോക്ക് പറഞ്ഞു, രാഷ്ട്രതന്ത്രം ഭരണകൂടത്തെക്കുറിച്ചുള്ള പഠനമാണ്. എന്താണ് ലീകോക്ക് പറഞ്ഞത്? ഭരണകൂടത്തെക്കുറിച്ചുള്ള പഠനം. ലീകോക്ക് ഭരണകൂടത്തെക്കുറിച്ചുള്ള പഠനം, ഭരണകൂടത്തെക്കുറിച്ച് മാത്രമുള്ള പഠനമാണ് രാഷ്ട്രതന്ത്രം എന്ന് പറഞ്ഞ ആളാണ് ലീകോക്ക്. ലീകോക്കിനെ നിങ്ങൾ ഓർക്കേണ്ട ഒരു പേര് കൂടിയാണ്. ആധുനിക ഗവൺമെൻറ്റുകളെ ജനാധിപത്യമെന്നും ജനാധിപത്യ ഇതരമെന്നും രണ്ടായി തരംതിരിച്ച ആദ്യ ചിന്തകൻ ആരാണെന്ന് ചോദിച്ചാൽ സ്റ്റീഫൻ ലീകോക്ക്. അവിടെ തന്നെ ഒരു കൺഫ്യൂസിംഗ് ആയ ഒരു ചോദ്യം വരാം, കഴിഞ്ഞ പരീക്ഷയ്ക്കൊക്കെ വന്നതുപോലെ. ഗവൺമെൻറ്റുകളെയും അല്ലെങ്കിൽ ഭരണകൂടത്തെയും രാഷ്ട്രത്തെയും ഇതം പ്രഥമമായി വർഗീകരിച്ചത് അരിസ്റ്റോട്ടിലാണെന്നാണ് നമ്മൾ പഠിച്ചത്. അത് ശരിയാണ്. ലോകത്തിൽ ആദ്യമായി ഗവൺമെൻറ്റുകളെ, ഭരണകൂടത്തെ, രാഷ്ട്രത്തെ വർഗീകരിച്ച ചിന്തകനാരാണ്? അരിസ്റ്റോട്ടിലാണ്. ഏതാണ്ട് 148ഓളം രാഷ്ട്രത്തെയും അവിടുത്തെ ഭരണകൂടത്തെയും വിശകലന വിധേയമാക്കിക്കൊണ്ട് താരതമ്യ പഠനം നടത്തിക്കൊണ്ട് ഭരണകൂടത്തെയും രാഷ്ട്രത്തെയും ഇതം പ്രഥമമായി വർഗീകരിച്ച ആദ്യ ചിന്തകൻ അരിസ്റ്റോട്ടിലാണ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം താരതമ്യ പഠനം നടത്തിയത് കൊണ്ടാണ് അരിസ്റ്റോട്ടലിനെ താരതമ്യ രാഷ്ട്രീയത്തിൻ്റെ പിതാവ് എന്നുകൂടി വിളിക്കുന്നതല്ലേ. ഫാദർ ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്, താരതമ്യ രാഷ്ട്രീയത്തിൻ്റെ പിതാവാണ് അരിസ്റ്റോട്ടൽ. എന്നാൽ ഇവിടെ ചോദ്യം അതല്ല. ആധുനിക ഗവൺമെൻറ്റുകളെ ജനാധിപത്യമെന്നും ജനാധിപത്യ ഇതരമെന്നും രണ്ടായി തരംതിരിച്ചു. തെറ്റിപ്പോകരുത്, ജനാധിപത്യ ഇതരം, ജനാധിപത്യേതര ഗവൺമെൻറ്, ഡെമോക്രാറ്റിക് ആൻഡ് നോൺ ഡെമോക്രാറ്റിക് എന്ന് തരംതിരിച്ച ആദ്യ ചിന്തകന്മാരാണ് സ്റ്റീഫൻ ലീകോക്ക്. അപ്പോൾ ഗാർണറുടെയും ബ്ലൺഷലിയുടെയും കാഴ്ചപ്പാടുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു പുതിയ നിർവചനവുമായി സ്റ്റീഫൻ ലീകോക്ക് കടന്നു വരുന്നു. രാഷ്ട്രതന്ത്ര പഠനം ഭരണകൂടത്തെക്കുറിച്ച് മാത്രമുള്ള പഠനമാണ്. ക്ലിയർ ആയല്ലോ. ജോൺ സീലി ഒന്നുകൂടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പൊളിറ്റിക്കൽ സയൻസ് ഡീൽസ് ഓൺലി വിത്ത് ഗവൺമെൻറ് ആസ് പൊളിറ്റിക്കൽ ഇക്കണോമി ഡീൽസ് വിത്ത് വെൽത്ത്, ബയോളജി വിത്ത് ലൈഫ്, ആൾജിബ്ര വിത്ത് നമ്പർ ആൻഡ് ജോമെട്രി വിത്ത് സ്പേസ് ആൻഡ് മാഗ്നിറ്റ്യൂഡ്. രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രത്തിൽ സമ്പദ് പഠന വിഷയമാക്കുന്നത് പോലെ, ജീവശാസ്ത്ര പഠനത്തിൽ ജീവനുള്ള വസ്തുക്കളെ വിശകലന വിധേയമാക്കുന്നത് പോലെ, ഗണിതശാസ്ത്രത്തിൽ എണ്ണൽ സംഖ്യകളും അതുപോലെ തന്നെ എന്താണ് വിസ്തീർണം ഒക്കെ പഠന വിധേയമാക്കുന്നത് പോലെ രാഷ്ട്രതന്ത്രശാസ്ത്രം പഠന വിധേയമാക്കുന്നത് ഭരണകൂടത്തെക്കുറിച്ചാണ് എന്ന അഭിപ്രായവുമായി കടന്നു വന്ന ജോൺ സീലി. ഈ നിർവചനവും പിൽക്കാലത്ത് തള്ളിക്കളഞ്ഞു. കാരണം ഈ നിർവചനം എന്താണ്? സങ്കുചിതമാണ്. കാരണം ഗവൺമെൻറ് മാത്രമേ വരുന്നുള്ളൂ. ഗവൺമെൻറ്റിന് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല. രാഷ്ട്രമുണ്ടെങ്കിലേ ഗവൺമെൻറ് ഉള്ളൂ. രാഷ്ട്രമില്ലെങ്കിൽ എന്തില്ല? ദർ ക്യാൻ ബി നോ ഗവൺമെൻറ് വിത്തൗട്ട് സ്റ്റേറ്റ്. രാഷ്ട്രമില്ലെങ്കിൽ ആരില്ല? ഗവൺമെൻറ് ഇല്ല. ഗവൺമെൻറ് ഇല്ലെങ്കിൽ രാഷ്ട്രവുമില്ല. രാഷ്ട്രമെന്ന് പറയുന്ന സ്ഥാപനത്തെ ജീവസുള്ളതാക്കി മാറ്റുന്നത് ഭരണകൂടമാണ്. ഭരണകൂടം രാഷ്ട്രത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അപ്പോൾ ഈ രണ്ടും എന്താണ്? രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പോൾ ജാനറ്റിനെ പോലെയുള്ള ചിന്തകന്മാർ പുതിയ കാഴ്ചപ്പാടുമായി രംഗപ്രവേശം ചെയ്തു. പോൾ ജാനറ്റ്. പോൾ ജാനറ്റിനെ പോലെയുള്ള ചിന്തകർ പുതിയ കാഴ്ചപ്പാടുമായി രംഗത്തേക്ക് വരികയാണ്. എന്താണ് ആ കാഴ്ചപ്പാട്? അവർ നമ്മൾ ആദ്യം പറഞ്ഞ ഈ രണ്ട് കാഴ്ചപ്പാടുകളെ സമന്വയിപ്പിച്ചു. രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നിൻ്റെ അഭാവത്തിൽ മറ്റൊന്നില്ല. രാഷ്ട്രമില്ലാതെ ഭരണകൂടമില്ല. ഭരണകൂടമുണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രത്തിനെന്നുള്ളൂ നിലനിൽപ്പുള്ളൂ. രാഷ്ട്രമെന്ന വാഹനത്തെ മുന്നോട്ട് ചലിപ്പിക്കുന്ന യന്ത്രമാണ് ഭരണകൂടം. അതുകൊണ്ട് രണ്ടും വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് തികച്ചും യഥാതഥമായ ഒരു കാഴ്ചപ്പാടുമായി പോൾ ജാനറ്റിനെ പോലെയുള്ള കടന്നു വരികയാണ്. പോൾ ജാനറ്റ് പറഞ്ഞു, രാഷ്ട്രതന്ത്രശാസ്ത്രം സാമൂഹ്യ ശാസ്ത്ര പഠനത്തിൻ്റെ ഒരു ഭാഗമെന്ന നിലയ്ക്ക് രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ചും ഭരണകൂടത്തിൻ്റെ തത്വങ്ങളെക്കുറിച്ചുമുള്ള പഠനമാണ്. ഓർക്കേണ്ട ഒരു നിർവചനമാണിത്. ഓർത്തു വെച്ചോളൂ. രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനങ്ങൾ. അദ്ദേഹം എന്താണ് പറഞ്ഞത്? പൊളിറ്റിക്കൽ സയൻസ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് എ സോഷ്യൽ സയൻസ് വിച്ച് ട്രീറ്റ്സ്
ദ ഫൗണ്ടേഷൻസ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ദി ഗവൺമെൻറ്. രാഷ്ട്രതന്ത്രശാസ്ത്രം സാമൂഹ്യ വിജ്ഞാനീയത്തിൻ്റെ ഒരു ഭാഗം എന്ന നിലയ്ക്ക് രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ചും ഭരണകൂടത്തിൻ്റെ തത്വങ്ങളെക്കുറിച്ചുമുള്ള പഠനമാണ്. ഭരണകൂടത്തിൻ്റെ തത്വങ്ങളെക്കുറിച്ചുമുള്ള പഠനമാണ്. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ രാഷ്ട്രതന്ത്രത്തിൻ്റെ നിർവചനത്തെക്കുറിച്ചുള്ള ആദ്യത്തെ കാഴ്ചപ്പാട് രാഷ്ട്രത്തെക്കുറിച്ചുള്ള പഠനമാണ്. ആ കാഴ്ചപ്പാടിൻ്റെ വക്താക്കൾ ബ്ലൻഷലിയും ഗാർണറും. ഭരണകൂടത്തെക്കുറിച്ച് മാത്രമുള്ള പഠനമാണ്. ആ കാഴ്ചപ്പാടുമായി മുന്നോട്ട് വന്നത് സ്റ്റീഫൻ ലീകോക്കും ജോൺ സീലിയും. ഇവ രണ്ടിനെക്കുറിച്ചുമുള്ള പഠനമാണെന്ന കാഴ്ചപ്പാടുമായി മുന്നോട്ട് വന്നത് ആരാണ്? പോൾ ജാനറ്റ്. യെസ്, ഈ കാഴ്ചപ്പാടുകളൊക്കെ മാറുകയാണ്. ആധുനിക കാലത്ത് കാഴ്ചപ്പാടുകൾ മാറുന്നു. പുതിയൊരു കാഴ്ചപ്പാട് രംഗപ്രവേശനം ചെയ്യുന്നു. ആ കാഴ്ചപ്പാടിൻ്റെ പേരാണ് ആധുനിക കാഴ്ചപ്പാട്. ആധുനിക കാഴ്ചപ്പാട് ഇംഗ്ലീഷിൽ മോഡേൺ വ്യൂ എന്ന് പറയും. മോഡേൺ, നമ്മൾ കുറച്ചുകൂടി ആധുനികമാവുകയാണ്. കാഴ്ചപ്പാട് വ്യത്യാസം വരികയാണ്. ഈ കാഴ്ചപ്പാടുകൾ തീർത്തും തെറ്റാണെന്നല്ല, അതിലേക്ക് വരേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പം കാലോചിതമായ ചില മാറ്റങ്ങൾ, കാലാനുസൃതമായ മാറ്റങ്ങൾ എല്ലാ പഠനത്തിനും ഉണ്ടാകുന്നത് പോലെ ഇവിടെയും വരികയാണ്. ഒരു പഠനം പൂർത്തിയാകണമെങ്കിൽ അവിടെ എന്ത് വേണം? വിഷയാന്തരമായ ചില സമീപനങ്ങൾ വേണം. പൊളിറ്റിക്കൽ സയൻസ് പഠനം പൂർണ്ണമാകണമെങ്കിൽ ചരിത്രത്തിൻ്റെ എന്ത് വേണം? സഹായം വേണം. ഇക്കണോമിക്സിൻ്റെ സഹായം വേണം. നീതിശാസ്ത്രത്തിൻ്റെ ചില കാര്യങ്ങൾ വേണം. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഒരു ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച്, വിഷയാന്തര സമീപനങ്ങളൊക്കെ കടന്നു വരികയാണ് 20-ാം നൂറ്റാണ്ടോടുകൂടിയൊക്കെ ഈ രാഷ്ട്രതന്ത്ര പഠന മേഖലയിൽ. അപ്പോൾ ആധുനിക കാഴ്ചപ്പാട് ഇവിടെ ഇൻ ദിസ് ഡെഫിനിഷൻ ദർ ഈസ് എ ഷിഫ്റ്റ് ഫ്രം സ്റ്റേറ്റ് ടു പവർ. ഇവിടെ എന്താണ്? രാഷ്ട്രം എന്ന ആ ഇതിവൃത്തത്തിൽ നിന്ന് മാറുകയാണ്. എന്തിലേക്ക്? അധികാരത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ ആധുനിക രാഷ്ട്രീയ ചിന്തകന്മാർ അധികാരമെന്ന് പറയുന്ന ആധുനിക രാഷ്ട്രീയ ചിന്തകന്മാർ അധികാരം എന്ന സങ്കല്പത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്. പവർ സെൻറ്റേർഡ് പൊളിറ്റിക്സ്. അപ്പോൾ അധികാരത്തിന് വേണ്ടിയുള്ള മത്സരമാണ് രാഷ്ട്രതന്ത്ര പഠനത്തിൻ്റെ പ്രതിപാദ്യ വിഷയമെന്ന കാഴ്ചപ്പാടുമായി രംഗപ്രവേശനം ചെയ്യുകയാണ് പുതിയ ആളുകൾ. അതിൽ പ്രധാനപ്പെട്ട ചിന്തകരാണ് ലാസ്വെൽ എന്ന് പറയുന്ന ഒരാൾ. ലാസ്വെൽ, ഡേവിഡ് ഈസ്റ്റൺ, റോബർട്ട് എ ഡാൽ, മോർട്ടൻ കപ്ലാൻ. ഈ ചിന്തകന്മാരൊക്കെ എന്താണ്? ആധുനിക കാഴ്ചപ്പാടുകളുടെ വക്താക്കളാണ്. ആധുനിക കാഴ്ചപ്പാടിൽ രാഷ്ട്രം, ഭരണകൂടം എന്നൊന്നുമില്ല. രാഷ്ട്രം, ഭരണകൂടം എന്ന സംജ്ഞയ്ക്ക് പകരം അവർ ഉപയോഗിക്കുന്ന വാക്കാണ് രാഷ്ട്രീയ വ്യവസ്ഥ. രാഷ്ട്രം എന്ന വാക്കൊന്നും ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ല. രാഷ്ട്രീയ വ്യവസ്ഥ, പൊളിറ്റിക്കൽ സിസ്റ്റം, അല്ലേ? പൊളിറ്റിക്കൽ സിസ്റ്റം എന്നാണ് പറയുക. ആധുനിക കുറേ സംജ്ഞകളുണ്ട്. ലെജിസ്ലേച്ചർ എന്ന് നമ്മൾ പറയുന്നില്ല ഇപ്പോൾ. റൂൾ മേക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, എക്സിക്യൂട്ടീവ്, റൂൾ അപ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ജുഡീഷ്യറി, റൂൾ അഡ്ജുഡിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെ? പുതിയ പുതിയ സംജ്ഞകൾ കടന്നു വരികയാണ്. അപ്പോൾ ആധുനിക കാഴ്ചപ്പാട് എന്താണ്? അധികാരം. ഇപ്പം രാഷ്ട്രതന്ത്രം എന്ന് പറഞ്ഞാൽ അധികാരം രൂപപ്പെടുത്തുന്നതിൻ്റെയും അധികാരം പങ്കുവെക്കുന്നതിൻ്റെയും തത്വശാസ്ത്രമാണ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ്, ഓർ ഇറ്റ് ഈസ് എൻ എംപിരിക്കൽ ഡിസിപ്ലിൻ. ഇറ്റ് ഈസ് എൻ എംപിരിക്കൽ. എന്താണ് എംപിരിക്കൽ എന്ന് പറഞ്ഞാൽ? ശാസ്ത്രീയ വിഷയം. ഇതൊരു ശാസ്ത്രീയ വിഷയമാണ്. ഇറ്റ് ഈസ് എൻ എംപിരിക്കൽ ഡിസിപ്ലിൻ വിച്ച് സ്റ്റഡീസ് ഷേപ്പിംഗ് ആൻഡ് ഷെയറിംഗ് ഓഫ് പവർ. എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് നമുക്കറിയാം, വീടുകളിലാണെങ്കിലും നമ്മുടെ മേഖലകളിലാണെങ്കിലും നമ്മുടെ രാജ്യത്തിനകത്താണെങ്കിലും അതുപോലെ തന്നെ അന്തർദേശീയ രംഗത്താണെങ്കിലും അധികാരം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ അധികാരം എന്ന് പറയുന്നത്, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അധികാരം രൂപം കൊള്ളുന്നതും പങ്കുവെക്കുന്നതുമായ കാര്യത്തിനാണ് നമ്മളിത് പറയുക, അല്ലെ പങ്കുവെക്കുന്നതുമായ ഒരു രീതിശാസ്ത്രമാണ്, അല്ലെങ്കിൽ അത് സംബന്ധിച്ച ശാസ്ത്രമാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം. നോക്കൂ, എന്താണ് ലാസ്റ്റിൽ പറഞ്ഞത്?
ഒരു ശാസ്ത്രീയ പഠനം എന്ന നിലയ്ക്ക് അധികാരം രൂപം കൊള്ളുന്നതും പങ്കുവെക്കുന്നതുമായ ശാസ്ത്രത്തെയാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രമെന്ന് ആർ പേരിട്ട് വിളിച്ചത്? ലാസ്വെൽ. അപ്പം അധികാരമാണ് ഇവിടെ പ്രധാനപ്പെട്ട ഘടകം. അധികാരം. അല്ലെങ്കിൽ സമൂഹത്തിന് ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ എന്ത് ചെയ്യുക? ആ മൂല്യങ്ങളുടെ ആധികാരികമായ പങ്കുവെക്കൽ. സമൂഹത്തിലെ മൂല്യങ്ങളുടെ ആധികാരികമായ പങ്കുവെക്കലിനെ കുറിച്ചുള്ള ശാസ്ത്രമാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം. അങ്ങനെ പറഞ്ഞത് ഡേവിഡ് ഈസ്റ്റൺ ആണ് കേട്ടോ. അതോറിറ്റേറ്റീവ് അലോക്കേഷൻ ഓഫ് വാല്യൂസ് ബൈ മീൻസ് ഓഫ് പോളിസീസ്. ഈ മൂല്യങ്ങൾ പങ്കുവെക്കുന്നത് എന്തിലൂടെയാണ്? പോളിസികളിലൂടെയാണ്. അപ്പോൾ അതായത് പിന്നെ സമൂഹത്തിന് വേണ്ട മൂല്യങ്ങളുടെ ആധികാരികമായ പങ്കുവെക്കലിനെ കുറിച്ചുള്ള ശാസ്ത്രമാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന് പറഞ്ഞത് ആരാണ്? ഡേവിഡ് ഈസ്റ്റൺ. രണ്ട് നിർവചനം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ്? അധികാരം. അപ്പം എന്താണ്? അധികാരം രൂപം കൊള്ളുന്നതും പങ്കുവെക്കുന്നതിനെക്കുറിച്ചുമുള്ള ശാസ്ത്രീയമായ പഠനത്തിനാണ് ലാസ്വെൽ എന്ത് പറഞ്ഞത്? പൊളിറ്റിക്കൽ സയൻസ് എന്ന് പേരിട്ട് വിളിച്ചത്. അപ്പം പവർ ഓറിയൻറ്റഡ് അപ്രോച്ച്, രാഷ്ട്രം ഭരണകൂടം എന്ന സങ്കല്പത്തിൽ നിന്ന് ഒരു ഷിഫ്റ്റ്, ഒരു മാറ്റം എന്തിലേക്ക്? അധികാരം എന്ന് പറയുന്ന സങ്കല്പത്തിലേക്കുള്ള മാറ്റം. അപ്പം അധികാരമാണ് ഇവിടെയെല്ലാം അല്ലെ? എവിടെയും അധികാരമുണ്ട്. ആ അധികാരം എങ്ങനെ രൂപം കൊള്ളുന്നു? അക്വിസിഷൻ ഓഫ് പവർ, മെയിൻ്റനൻസ് ഓഫ് പവർ. അധികാരം ആർജിച്ചാൽ മാത്രം പോരാ, ആ അധികാരം നിലനിർത്തണം. അപ്പം അധികാരം ആർജിക്കുന്നതിനെക്കുറിച്ച്, അധികാരം നിലനിർത്തുന്നതിനെക്കുറിച്ച്, അധികാരം പങ്കുവെക്കുന്നതിനെക്കുറിച്ചുള്ള ശാസ്ത്രത്തിന് പറയുന്ന പേരാണെന്ത്? രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന് പറഞ്ഞു. കുറച്ചുകൂടി പിന്നെ ഡേവിഡ് ഈസ്റ്റണിലേക്ക് വരുമ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു? അദ്ദേഹം പറഞ്ഞു അതോറിറ്റേറ്റീവ് അലോക്കേഷൻ ഓഫ് വാല്യൂസ്. അതായത് സമൂഹത്തിന് വേണ്ട മൂല്യങ്ങളുടെ ആധികാരികമായ പങ്കുവെക്കലിനെ കുറിച്ചുള്ള ശാസ്ത്രം. സമൂഹത്തിന് വേണ്ട മൂല്യങ്ങളുടെ ഡേവിഡ് ഈസ്റ്റണിന്റെ നിർവചനം. സമൂഹത്തിന് വേണ്ട മൂല്യങ്ങളുടെ ആധികാരികമായ പങ്കുവെക്കലിനെ കുറിച്ചുള്ള ശാസ്ത്രമാണ് രാഷ്ട്രതന്ത്രമെന്ന് ഇതിനെ നിർവചിച്ച ആരാണ്? ഡേവിഡ് ഈസ്റ്റൺ. അപ്പം നമ്മൾ രാഷ്ട്രതന്ത്രത്തിൻ്റെ നിർവചനവുമായി ബന്ധപ്പെട്ട രണ്ട് കാഴ്ചപ്പാടുകളാണ് പറഞ്ഞു വന്നത്. ഒന്ന് പരമ്പരാഗതമായ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിലെ മൂന്ന് വ്യൂസ്. ഒന്ന് രാഷ്ട്രത്തെക്കുറിച്ചുള്ള പഠനം, ബ്ലൻഷലി ഗാർണർ. ഭരണകൂടത്തെക്കുറിച്ചുള്ള പഠനം, സ്റ്റീഫൻ ലീകോക്ക്, ജോൺ സീലി. രാഷ്ട്രത്തെയും ഭരണകൂടത്തെയും കുറിച്ചുള്ള പഠനം, ഗാരീസ്, അതുപോലെ തന്നെ പോൾ ജാനറ്റ്. അല്ലേ? അതാണ് പരമ്പരാഗതമായ കാഴ്ചപ്പാടുകൾ. ആ കാഴ്ചപ്പാട് തള്ളിയിട്ട് പുതിയൊരു കാഴ്ചപ്പാട് വരുന്നു. ആ കാഴ്ചപ്പാടാണത് ആധുനിക കാഴ്ചപ്പാട്. അതിൻ്റെ വക്താക്കൾ റോബർട്ട് എ ഡോൾ, ഹരോൾഡ് ലാസ്വെൽ, കപ്ലാൻ, ഡേവിഡ് ഈസ്റ്റൺ തുടങ്ങിയവരാണ് ഈ കാഴ്ചപ്പാട്. ലാസ്വെല്ലിൻ്റെ പ്രധാന നിർവചനം പഠിക്കേണ്ട നിർവചനമാണ്. പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒരു നിർവചനം ചോദിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹം എന്ത് പറഞ്ഞു? അധികാരം രൂപം കൊള്ളുന്നതിൻ്റെയും പങ്കുവെക്കുന്നതിൻ്റെയും തത്വശാസ്ത്രമാണ്. ഈസ്റ്റൺ എന്ത് പറഞ്ഞു? സമൂഹത്തിന് വേണ്ട ചില മൂല്യങ്ങളുടെ ആധികാരികമായ പങ്കുവെക്കലിനെ കുറിച്ചുള്ള ശാസ്ത്രമാണ് രാഷ്ട്രതന്ത്രശാസ്ത്രമെന്ന് ആര് പറഞ്ഞു? ഡേവിഡ് ഈസ്റ്റൺ പറഞ്ഞു. അരിസ്റ്റോട്ടിൽ ഇതിനെങ്ങനെ നിർവചിച്ചു? നായകശാസ്ത്രമെന്ന് വിശേഷിപ്പിച്ചു, ശ്രേഷ്ഠശാസ്ത്രമെന്ന് വിശേഷിപ്പിച്ചു, പരമോന്നത ശാസ്ത്രം എന്നതിനെ വിശേഷിപ്പിച്ചത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചുരുങ്ങിയ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. നിർവചനവുമായി ബന്ധപ്പെട്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ സുഹൃത്തുക്കളിലേക്ക്. നിങ്ങളുടെ കമൻസും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കമൻസ് അനുസരിച്ചാണ് നമ്മൾ ക്ലാസ്സുകൾ തുടർന്നുള്ള വീഡിയോയിൽ മാറ്റങ്ങൾ വരുത്തുക. എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. HSA സോഷ്യൽ സയൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങുക. നോട്ടിഫിക്കേഷൻ വരാൻ ആരും കാത്തിരിക്കരുത്.
വളരെ അഭിമാനകരമായ ഒരു ജോലിയാണ് അധ്യാപക തസ്തിക. ആ തസ്തികയിൽ കുറച്ചുകൂടി അഭിമാനകരമായ ഒരു തസ്തികയാണ് ഹൈസ്കൂൾ അധ്യാപക തസ്തിക. ബിരുദാനന്തര ബിരുദധാരികൾക്ക് ഹയർ സെക്കൻഡറി അധ്യാപനത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി കൂടിയാണ് HST പരീക്ഷ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ വളരെ നന്നായി പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ.